ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായിട്ടാണ്. അതും രണ്ട് ടേസ്റ്റിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഒന്നും കൂടെ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ഈ ചൂടായിരിക്കുന്ന റവയിലേക്ക് ഏകദേശം 1.25 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 കപ്പ് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് എത്ര കൂട്ടുന്നോ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ പാളയൻകോടൻ പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏത് പഴം വേണേലും നിങ്ങൾക്ക് എടുക്കാം. നല്ല പോലെ പഴുത്ത പഴം എടുക്കണം. അപ്പൊ ഇത് അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാൻ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഉടച്ച് നമുക്ക് ഈ റവയുടെ കൂടെ ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള റവയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചക്കയാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് നാൾ മുന്നേ എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ തണുപ്പൊന്ന് മാറിയിട്ട് വേണം നമുക്ക് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇതേ ചക്കച്ചോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള റവയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചക്കയുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള പണിയൊക്കെ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വാഴയില എടുക്കുക, അതിലേക്ക് ഈ കൂട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചുറ്റിയെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ആവി പറക്കുന്ന ഇലയുടെ റെഡി ആവും. അപ്പൊ നല്ല മഴയൊക്കെ ആസ്വദിച്ച് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്തെടുത്തേക്കണേ.